മുറ്റത്ത് ബൈക്ക് വന്ന ശബ്ദം കേട്ട് ലത പറഞ്ഞു, വിനീഷ മോളും വിനുക്കുട്ടനും വന്നു കാണും സുമ ചേച്ചി. അല്ലാതെ ആരും ഈ നേരത്ത് വരാനില്ല. അവരെന്താ ഈ നേരത്ത്? റാം മോഹൻ സുമയോട് ചോദിച്ചു. കൊള്ളാം, അവര് കണ്ടില്ലാന്ന് സങ്കടപ്പെട്ട് ഇരിപ്പായിരുന്നില്ലേ? തുകിന വിളിച്ചിട്ടുണ്ടാവും പാവം കുട്ടികളെ. അതെയോ, കൊള്ളാം. വിനു വന്നോ? എവിടെ? റാം മോഹൻ വിനുവിനെ അന്വേഷിച്ചു. എടാ മോനെ, നീ എവിടെ? ഇതാ വന്നച്ചാ. അവൻ ഉത്സാഹത്തോടെ അച്ഛനെ കൈപിടിച്ചു. നീ എത്തിയല്ലോ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമായ ദിവസമാണ്. നിന്റെ അനുജത്തി വന്നിട്ടുണ്ടോ? ഉണ്ടച്ചാ. മോളെ, നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഇത്രയധികം ദൂരം വണ്ടി ഓടിച്ച് വന്നല്ലോ. റാംമോഹൻ സന്തോഷത്തോടെ അവരിരുവരെയും ചേർത്ത് ഇരുത്തി കൊണ്ട് പറഞ്ഞു. സുമേ, കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് എടുത്തു കൊടുക്ക്. ഇവർ ക്ഷീണിച്ചിട്ടുണ്ടാവും. അങ്കിൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. വീട്ടിലെത്തിയപ്പോൾ കൊള്ളാമല്ലോ, വിനു പറഞ്ഞു. ആശുപത്രിവാസം അല്ലേലും ആരെയും രോഗിയാക്കും, റാംമോഹൻ പറഞ്ഞു. സുമ ജ്യൂസ് കൊണ്ടുവന്നു. വിനുവും വിനീഷയും ജ്യൂസ് എടുത്തു. റാംമോഹന് ജ്യൂസ് കയ്യിൽ കൊടുത്ത് അദ്ദേഹം അത് വാങ്ങി കുടിക്കുന്നതിന് മുൻപേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവും കേട്ടോ. ചുണ്ടോടടുപ്പിച്ച ജ്യൂസ് ഗ്ലാസ് പിടിവിട്ട് വീണുടഞ്ഞു. ചില്ലുടഞ്ഞ ശബ്ദം കേട്ട റാംമോഹൻ, എന്താ വീണുടഞ്ഞത്? അദ്ദേഹം തിരക്കി. ഗ്ലാസ് വീണുടഞ്ഞു. ജ്യൂസ് വേറെ തരാൻ കേട്ടോ. ലത ഓടി വന്നു. സൂക്ഷിച്ചെടുത്ത് തറ ക്ലീനാക്കാൻ സുമ നിർദ്ദേശിച്ചുകൊണ്ട് കിച്ചണിലെത്തി. വിനുവിൻ്റെ വിഷമം കാണണ്ട എന്നവൾ മാറി നിന്നതാണ്. വിനീഷ പിന്നാലെ എത്തി. അതറിഞ്ഞ സുമ ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നു. ആവശ്യമില്ലാതെ ബക്കറ്റുകൾ നിറച്ചു. അത്രയും സമയം നന്നായി കരഞ്ഞു. ഇത്രയും ചേർച്ച ഉള്ളവർ കാണില്ല. തുകിനയും വിനുവും ഒരു മനസ്സുള്ളവരാണ്. ഇവരാണ് ഭാര്യ ഭർത്താക്കന്മാർ ആകേണ്ടവർ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. സുമ സങ്കടങ്ങൾക്ക് സ്റ്റോപ്പിട്ടു. പുറത്തു വന്നു. വിനീഷ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖം കണ്ട അവൾ സുമയോടൊന്നും ചോദിച്ചില്ല. ആൻറ്റിക്ക് ജ്യൂസ് എടുത്ത് തരട്ടെ? അവളുടെ ചോദ്യം കേട്ട് സുമ ആ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. തുകിനയുടെ അമ്മ വിനീഷയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഈ അവസ്ഥയിൽ ഞാൻ എന്തു പറയും മോളെ? തുകിന എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തുകിനയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടോ മോളെ? ആ കല്യാണം ഉറപ്പിച്ചത് ഗോവിന്ദുമായിട്ടാണ്. വിനീഷ കാണാതെ കിച്ചണിലെത്തി അവരുടെ സംഭാഷണ ശകലം കേട്ടു. വിനു പറഞ്ഞു, അവരവരുടെ പങ്കാളിയെ ദൈവം കാട്ടിത്തരും. ഓരോ പരീക്ഷണങ്ങളും ഓരോ സന്ദർഭങ്ങളും വരുന്നത് നമ്മൾ വരുത്തിയിട്ടല്ല ആൻറ്റി. ആൻറ്റി എന്തിന് സങ്കടപ്പെടുന്നു? അവൻ്റെ വാക്കുകൾ കേട്ട സുമ അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് ഒരു സങ്കടവുമില്ലേ? തുകിന എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ എന്നോട് മിണ്ടാട്ടമില്ലാതെ നടക്കുന്നത്? ഒരു വളയിട്ടാൽ മാറുന്നതല്ല സ്നേഹബന്ധം. വളയിട്ടത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. പക്ഷേ തുകിന ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്കറിയാം. എനിക്കിന്ന് അവളെ ഇഷ്ടമാണ്. അവളോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു വഴക്കുമില്ല. അമ്മ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ഞാൻ കാരണമല്ല. ഇനി അമ്മ നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലായിരിക്കും ഈ ഒഴിവാക്കലെന്ന് എനിക്കറിയാം. അമ്മ വിഷമിക്കണ്ട. അങ്കിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. ഞാൻ അങ്കിളിനെ കൊണ്ട് നടത്തിക്കുന്നത് എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ തുകിനയുടെ കൂട്ടുകാരിയുടെ സഹോദരനായി മാറിയേക്കാം. ഒരിക്കലും ശല്യമാകുന്നില്ല. അവൾക്ക് വളയിട്ട പയ്യൻ തന്നെ അവളെ വിവാഹം ചെയ്യട്ടെ. വിനീഷേ വാ, നമുക്ക് പോകാം. വിനു വിനീഷയും കൂട്ടി പുറത്തിറങ്ങി. വിനീഷ സുമയെ നോക്കി. സുമ പറഞ്ഞു, അങ്കിളിനോട് യാത്ര ചോദിക്കാതെയാണോ പോകുന്നത്? അമ്മ പറഞ്ഞാൽ മതി. വിനു ബൈക്ക് സ്റ്റാർട്ടാക്കി. തുകിന മുറിയിലിരുന്ന് കരഞ്ഞു. വിനീഷ വിനുവിനെയും കൂട്ടി വരുമെന്നവൾ പ്രതീക്ഷിച്ചു. അച്ഛൻ പറയുന്ന സന്തോഷ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന തുകിന വിവരങ്ങൾ അറിഞ്ഞ് ഷോക്കായി. മോളെ, അവരുടെ വീട് നിനക്കറിയോ? അറിയാം അമ്മേ. ഒരു കാറ് പിടിച്ച് അവരുടെ വീട് വരെ പോയാലോ? സുമ പറഞ്ഞു. ഇതെല്ലാം കേട്ടു നിന്ന ലത പറഞ്ഞു, കാലം എത്ര പുരോഗമിച്ചാലും ചേച്ചി, അസമയം പെണ്ണുങ്ങൾക്കുണ്ട്. 10 മണി കഴിഞ്ഞാൽ അത് തുടങ്ങും ചേച്ചി. ചേച്ചി, ഈ മോളെയും കൊണ്ട് ചേച്ചിയും ഒരു പെണ്ണാണ്. നാളെ നേരം വെളുത്തിട്ടും മറ്റും പോയാൽ മതി. പോവല്ലേ ചേച്ചി? അവളുടെ വാക്ക് കേട്ട് അവരിരുവരും രാവിലെ പോകാമെന്നുറച്ചു.